ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അതുല്യ രാമചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും ഏറെ നിർണായകമായ ദിനം. ശബരിമല സ്വർണ്ണ കവർച്ച കേസാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അടക്കം സമർപ്പിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? കാർത്തു, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അങ്ങനെ 7 മാസത്തിലധികമായി ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. അതിലിപ്പോൾ അവസാനത്തെ അല്ലെങ്കിൽ 2 അന്വേഷണങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് SIT ഇന്ന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നമുക്കറിയാം വിശദമായ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ വേണ്ടിയായിരുന്നു കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ അവസാനമായി ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിനെ കുറിച്ച് കോടതി ചോദിച്ചപ്പോഴും പറഞ്ഞിരുന്നത് എത്രമാത്രം സ്വർണം കളവ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അവിടെ നിന്ന് പോയ സ്വർണത്തിൻ്റെ കാലപ്പഴക്കം എത്രയാണ്, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് കൂടുതൽ വ്യക്തമായ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അതിനായി കാത്തു നിൽക്കുകയാണ് എന്നതായിരുന്നു SITയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ജംഷഡ്പൂരിലെ ദേശീയ ലബോറട്ടറിയിൽ നിന്നുള്ള വിശദമായ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കാനായി ഒരുങ്ങുന്നത്. 2 കേസുകൾ, അതായത് ദ്വാരപാലകപാളി കേസിലും അതുപോലെ തന്നെ കട്ടിളപ്പാളി കേസിലും അന്വേഷണം പൂർത്തിയായി എന്നുള്ളത് SIT ഇന്ന് കോടതിയെ അറിയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ദിവസം PS പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം, അതായത് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടുള്ള PS പ്രശാന്തിനും ഇന്നത്തെ ഈ കോടതിയിലെ നിലപാടുകൾ അല്ലെങ്കിൽ കോടതിയിലെ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കും എന്നുള്ളതാണ്. 2025, അതായത് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന കാലത്ത് നടത്തിയ സ്വർണം പൂശലിലും എന്ത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിലായിരിക്കും ഇന്നൊരു തീരുമാനം വരിക. അതിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ SIT ശുപാർശ ചെയ്യുന്നത് വിജിലൻസ് അന്വേഷണമാണ്. അതിൽ ആ തീരുമാനം തന്നെയാണോ എടുക്കേണ്ടത് എന്നുള്ളത് കോടതി ഇന്ന് തീരുമാനിക്കും. എങ്ങനെ വേണം അന്വേഷണം തുടങ്ങാൻ എന്നുള്ളത്, അതായത് വിജിലൻസ് അന്വേഷണം കോടതി അംഗീകരിക്കുമോ, അതായത് പ്രത്യേക അന്വേഷണ സംഘം ശുപാർശ ചെയ്തിട്ടുള്ള ഈ വിജിലൻസ് അന്വേഷണം കോടതി അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ആ ഒരു തീരുമാനവും ഇന്ന് തന്നെ ഉണ്ടായേക്കും. എന്തായാലും കുറ്റപത്രം ഇനി എപ്പോൾ ആയിരിക്കും നൽകുക എന്നുള്ളതാണ് ഈ ഒരു കേസിൽ അറിയാനുള്ളത്. നേരത്തെ തന്നെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് കേസിലെ മുഴുവൻ പ്രതികളും, അതായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മുഴുവൻ പ്രതികളും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ SITയുടെ മുന്നിലുള്ള അടുത്ത കടമ്പ അല്ലെങ്കിൽ SITയുടെ മുന്നിലുള്ള അടുത്ത നടപടി എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കലാണ്. ഇപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്നത്തേത് 2 അന്വേഷണങ്ങളും അവസാനിച്ചു എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണെങ്കിൽ കോടതിക്ക് അതിന്മേൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ ആ വിശദീകരണങ്ങൾ തേടാം. റിപ്പോർട്ടിൻ്റെ ഫലങ്ങളുടെ ആധികാരികത ചോദിക്കാം. ഇതെല്ലാം പൂർണ്ണമാവുകയാണെങ്കിൽ അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറ്റപത്രം സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനായിരിക്കും ഇനി SITയുടെ നീക്കം എന്ന് പറയുന്നത്. കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമാണ് ഇനി കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള അറസ്റ്റ് അതുപോലെ തന്നെ മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. നിലവിൽ തന്നെ ഇത്തരത്തിൽ വളരെയധികം ഒരു വൈകൽ അല്ലെങ്കിൽ കാലതാമസം ഇതിലുണ്ടായി എന്നുള്ളൊരു ആക്ഷേപം SIT നേരിടുന്നുണ്ട്. അത് കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലാതെ തന്നെ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്നെല്ലാം ഇത്തരത്തിൽ SITയിലും അന്വേഷണത്തിലും അതുപോലെ തന്നെ നടപടികളിലും എല്ലാം കാലതാമസം നേരിടുന്നു എന്നുള്ളൊരു ആരോപണം SITക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെ ആയിരിക്കും SITയുടെ നീക്കം. എന്നാലും ശരി, വ്യക്തമാണ്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.